ഇന്ന് നമ്മൾ എവിടെ പോവാ? ഇന്ന് നമ്മള് പീഹ ബീച്ചിലോട്ട് പോവാം. നല്ല രസം. ഓ സീ ഓക്കെ, അങ്ങനെ നമ്മൾ പീഹ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. അതങ്ങോ നോക്കിയാ ഇതുവഴി അപ്പുറത്താ ഇങ്ങനെ കയറി നോക്ക. ഏത് വഴി വേണേലും പോയി നോക്കാം. കമാ ലെറ്റ്സ് ഗോ. ഓ, അതാണ് പീഹ. ഞങ്ങൾ പണ്ട് വന്നപ്പോ അതിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. ആ ഒരു ഇത് കണ്ടില്ലേ, അത് അതിന്റെ മേളിൽ കയറി. അത് അപ്പുറത്തെ സൈഡിൽ കൂടെ അതിലൊരു ചെറിയ വോക്ക് പോലെ ഉണ്ട് ആ മേളിൽ ടോപ്പിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മള് പീഹ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് സാൻഡ് ബീച്ച് ഇത്. വൺ ഓഫ് ദ ബ്ലാക്ക് സാൻഡ് ബീച്ച്. പിന്നെ കുറെ പേര് അവിടെ സർഫ് ചെയ്യുന്നുണ്ട്. കാണാമെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ആദ്യം കണ്ടില്ലേ, അവിടെ ഉള്ള ആൾക്കാർ സർഫ് ചെയ്യുന്നത്. എവിടെ മോളെ? പിന്നെന്താ, അവിടെ പോവാലോ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എങ്ങനെ? ലെറ്റ്സ് ഗോ. അതെ, പല ടൈമിലായിട്ട് ഓരോരോ ഗ്യാപ്പുകൾ ഇങ്ങനെ നടന്ന് വീണേക്കുന്നത് കണ്ടില്ലേ. ഫുൾ ഹോൾസും ഫുൾ ഗ്യാപ്സ് എല്ലാം. No. നല്ലായിരിക്കും ഷൂസ് നനഞ്ഞ. ഇത് കണ്ട് നമ്മളതിന്റെ നേരെ താഴെ എന്ത് വലുതാന്നറിയോ. അതെനിക്ക് നിങ്ങക്ക് ഇത് ഈ ക്യാമറയിൽ മനസ്സിലാവുന്നറിയാം ഇതിന്റെ വലിപ്പം. അതുകൊണ്ട് ആ കോർണറിൽ, അതായത് സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ എളിയിൽ ഇങ്ങനെ ഇറങ്ങി സ്ലൈഡ് ചെയ്യുന്ന പോലെ പിള്ളേർ ഇവിടെ ചെറിയ സാൻഡ് ഡ്യൂൺ. നൈസ്, ലൈക്ക് ദാറ്റ്. ഒരു തുരങ്കം, ഒരു ഗുഹ, വെള്ളം അടിക്കുന്നൊരു ഗുഹ എന്താ. ഓ മീൻ, അതെ അതെ, സോ കൂൾ. ഇതത് തന്നെ, നമ്മള് ലോട്ടായിന്റെ ടൈമിലാണ് എനിക്കൊന്ന് മേ ബി നമുക്ക് കുറച്ചുകൂടി അകത്തോട്ട് കയറാൻ പറ്റും തോന്നുന്നു. ഇത് കണ്ടല്ലേ, നൈസ്. എന്തുകൊണ്ട് അതിനെ ലയൺ റോക്ക് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം, ആ ഒരു പോർഷൻ, അതിന്റെ ഹെഡ്, അതിന്റെ ജട വരുന്ന, അതിന്റെ ബോഡി ഇത് എങ്ങനെ തിരിഞ്ഞു കിടക്കും. പിന്നെ അത് കറക്റ്റ് ഈ ബീച്ചിന്റെ സെന്ററിൽ കിടക്കുന്ന ആ ഒരു റോക്ക്. പിന്നെ അതല്ലാണ്ട് ഇവിടുത്തെ സർഫ് ചെയ്യാൻ വരുന്ന ഇതും അതുകൂടിയാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ട്. യെസ്, അത് മാത്രമല്ല ഇവിടുത്തെ ബ്ലാക്ക് സാൻഡ്. കണ്ടോ സൈ ഓടുന്ന വീഡിയോ വേണം. ആയിക്കോട്ടെ ഓട്ടിക്കോ. ശരി, സന്തോഷ വാർത്ത ഉണ്ട്. എന്റെ ഫോൺ കടലിൽ പോയി. പക്ഷെ 2 തരം അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനി വീട്ടിൽ ചെന്ന് നമ്മൾ ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ ഫോൺ വർക്കിംഗ് ആണോ എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇതാരപ്പ ഇത്? Damn, that's my wife. My wife. Happy wife, happy life. Yay, baby girl. എന്റെ തുണി അളക്കാനിട്ട ജാക്കറ്റ് അവള് ട്രൈപോഡിൽ ഹാങ് ചെയ്തേക്കുന്നത്. നീ അവിടെ ഇരിക്കുന്ന ഇവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോ വി നീഡ് ടു ക്രോസ് ദ വെള്ളം.
നീ എന്റെ വീഡിയോ ഒന്നും എടുത്തില്ലേ? ആ എടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നടന്നത്? ആ ഉണ്ടായിരുന്നല്ലോ. ഇതെടുത്തായിരുന്നു. ഞാൻ വഴിയെ നോക്കി. നമ്മുടെ വണ്ടി ഇവിടെ മോളെ ഇതേ കിടക്കുന്ന കണ്ട. ഓ അത് ജിയോഗ്രഫിക്കലായിട്ടുള്ള നോളജ് മോക്ക് ഇച്ചിരി കുറവാന്ന് കരുതിയാൽ മതി. ചുമ്മാ